നമസ്കാരം. തൊഴിൽ നിയമങ്ങളിൽ നിർണായകമായ പരിഷ്കരണങ്ങൾ നടത്തിക്കൊണ്ട് സർക്കാർ 4 തൊഴിൽ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തിരിക്കുകയാണ്. തൊഴിൽ രംഗത്ത് പുതിയ പരിഷ്കരണങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണിത്. ഗിഗ് വർക്കർമാർക്ക് സാർവത്രിക സാമൂഹ്യ സുരക്ഷാ പരിരക്ഷ, എല്ലാ ജീവനക്കാർക്കും നിർബന്ധിത നിയമന ഉത്തരവ്, നിയമന പ്രകാരമുള്ള മിനിമം വേതനം, സമയബന്ധിതമായ ശമ്പള വിതരണം എന്നിവ ഉറപ്പുവരുത്തുന്നതാണ് 4 തൊഴിൽ ചട്ടങ്ങൾ. 2019 വേതനച്ചട്ടം, അതായത് കോഡ് ഓഫ് വേജസ്, 2020 വ്യവസായ ബന്ധച്ചട്ടം, അതായത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ്, 2020 സാമൂഹിക സുരക്ഷാ ചട്ടം, കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി, 2020 ജോലി സംബന്ധമായ സുരക്ഷ, ആരോഗ്യം, പ്രവർത്തന സാഹചര്യം എന്നിവ സംബന്ധിച്ച ആ ചട്ടങ്ങൾ, അത് ഒരു ഓക്യുപേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് എന്നിവയാണ് ചട്ടങ്ങളിൽ ഉള്ളത്. നിലവിലുള്ള 29 വ്യത്യസ്ത ചട്ടങ്ങൾക്ക് പകരമായാണ് ഏകീകൃത തൊഴിൽ ചട്ടമുള്ളത്. സ്ത്രീകൾക്ക് വിപുലമായ അവകാശങ്ങളും സുരക്ഷയും പരിഷ്കരണത്തിന്റെ ഭാഗമാണ്. സുരക്ഷാ ക്രമീകരണങ്ങളോടെ സ്ത്രീകൾക്ക് രാത്രികാല ഷിഫ്റ്റ് ജോലി അനുവദിക്കും. 40 വയസ്സിന് മുകളിലുള്ളവർക്ക് വാർഷിക ആരോഗ്യ പരിശോധന, രാജ്യം മുഴുവൻ പ്രാബല്യമുള്ള ESI പരിരക്ഷ, കൂടാതെ ഏക രജിസ്ട്രേഷൻ എന്നിവ ചട്ടങ്ങളുടെ ഭാഗമാണ്. തൊഴിലാളികളുടെ ശാക്തീകരണത്തിനായുള്ള സമഗ്രവും പുരോഗമനപരമായ പരിഷ്കരണമാണ് നിലവിൽ വന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സാമൂഹ്യ സുരക്ഷാ കോഡ് പ്രകാരം ഗിഗ്, അതോടൊപ്പം തന്നെ പ്ലാറ്റ്ഫോം ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കും. എല്ലാ ജീവനക്കാർക്കും PF, അതോടൊപ്പം തന്നെ ESI, ഇൻഷുറൻസ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ ലഭിക്കും. വേതന കോഡ് പ്രകാരം എല്ലാ ജീവനക്കാർക്കും നിയമപരമായ മിനിമം വേതനത്തിന് അർഹരാകും. ആദ്യമായി ഗിഗ് വർക്ക്, പ്ലാറ്റ്ഫോം വർക്ക് അഗ്രിഗേറ്റർമാർ എന്നിവ നിർവചിച്ചിട്ടുണ്ട്. നിശ്ചിത കാല ജീവനക്കാർ 1 വർഷത്തിനകം ഗ്രാറ്റുവിറ്റിക്ക് അർഹരാകും. തോട്ടം തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷാ കോഡിന്റെ പരിധിയിൽ വരും. ഇലക്ട്രോണിക് മാധ്യമങ്ങളിലെ പത്രപ്രവർത്തകർ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ, സ്റ്റണ്ട് പെർഫോമർമാർ എന്നിവർ ഉൾപ്പെടെയുള്ളവർ ഡിജിറ്റൽ ഓഡിയോ വിഷ്വൽ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടായിരിക്കും. തൊഴിൽ ചട്ടങ്ങൾ അത് ഏകപക്ഷീയമായി വിജ്ഞാപനം ചെയ്ത കേന്ദ്ര സർക്കാർ നടപടി അപലപനീയമാണെന്ന് പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ കേന്ദ്ര ട്രേഡ് യൂണിയൻ നേതാക്കളും പറയുന്നുണ്ട്. പ്രതിപക്ഷ തൊഴിലാളി സംഘടനകളുടെ എതിർപ്പ് ഇതിലുണ്ടായിരുന്നു. അതെല്ലാം മറികടന്നുകൊണ്ടാണ് വെള്ളിയാഴ്ച മുതൽ ലേബർ കോഡുകൾ പ്രാബല്യത്തിലായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചത്. തൊഴിൽ നിയമം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന് കാര്യമായ പ്രോത്സാഹനം ലഭിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എന്നാൽ പരിഷ്കരിച്ച തൊഴിൽ ചട്ടങ്ങൾ വിവിധ തൊഴിലാളി സംഘടനകളുടെ വിമർശനത്തിന് വിധേയമായിരുന്നു. പിരിച്ചുവിടൽ സംബന്ധിച്ച ചട്ടങ്ങളിൽ വ്യക്തത ഇല്ലാത്തതും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇത് നടപ്പാക്കുമ്പോൾ സംഭവിക്കാവുന്ന വിവേചനപരമായ സമീപനങ്ങളുമാണ് വിമർശനത്തിന് ഇടയാക്കിയത്. പൂട്ടൽ, അതോടൊപ്പം തന്നെ ലേ ഓഫ്, പിരിച്ചുവിടൽ എന്നിവ നടത്തുന്നതിന് നിർബന്ധമായും സർക്കാർ അനുമതി വേണമെന്നുള്ള വ്യവസ്ഥയിൽ വെള്ളം ചേർക്കുന്നതും വിമർശന വിധേയമായിരുന്നു. നിലവിൽ 100 അതിൽ കൂടുതലോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ അനുമതി ആവശ്യം. എന്നാൽ പുതിയ ചട്ടം അത് 300 തൊഴിലാളികളാക്കി ഉയർത്തി. ഫാക്ടറികളിലെ തൊഴിൽ സമയം 9 മണിക്കൂറിൽ നിന്ന് 12 മണിക്കൂറായും കടകളിലും മറ്റും 9 നിന്ന് 10 മണിക്കൂറായും ഉയർത്തിയിട്ടുണ്ട്. സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ എണ്ണവുമായി ബന്ധിപ്പിക്കുന്നത് ചെറുകിട വ്യവസായ യൂണിറ്റുകളിൽ പ്രവർത്തിക്കുന്ന ദശലക്ഷക്കണക്കിന് അസംഘടിത തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കാൻ കാരണമാകുമെന്നും വിമർശനമുണ്ട്. അതേസമയം എല്ലാ ജീവനക്കാർക്കും മിനിമം വേതനം തൊഴിൽ കോഡ് ഉറപ്പാക്കുമെന്നും കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. 40 കോടി തൊഴിലാളികൾ സാമൂഹ്യ സുരക്ഷാ പരിധിയിലാകുമെന്നും മന്ത്രി പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.